ആത്മീയ സന്ദേശം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ആത്മീയ സന്ദേശം പരിപാടി സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി അറിയിക്കുന്നു. പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ വർഗീസ് ആണ്. ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ വർഗീസ് മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ഔറംഗാബാദിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 37 വർഷമായിട്ട് ക്രോസ് കൾച്ചറൽ മിഷൻ കേരളത്തിൽ നിന്നും വടക്കേൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി യേശുവിൻ്റെ സ്നേഹം ജനത്തെ അറിയിക്കുകയും ആത്മാക്കളെ നേടുകയും വിവിധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളെ കേൾക്കാനാണ് എനിക്ക് ഇന്ന് താല്പര്യം. ഇങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ വർഗീസിനെ ലഭിച്ചത് ഞാൻ സന്തോഷിക്കും. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ഇങ്ങനെ സമയം ചെലവഴിപ്പാൻ താല്പര്യപ്പെട്ടതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ബഹുമാനം കൊടുപ്പാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ പ്രേക്ഷകര് നിശ്ചയമായിട്ടും അവർ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടും, അവർക്ക് ഇത് അനുഗ്രഹമാകും എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിദാസന് യേശുവിലേക്ക് കടന്നു വരുവാൻ, കർത്താവ് യേശുവിൻ്റെ വേലക്കാരനാകുവാൻ ഇടയായ ആ സന്ദർഭം ഒന്ന് പറയുവാനായിട്ട് ഈ സമയം കർത്താവിദാസനോട് ഞാൻ ചോദിക്കുകയാണ്. ആ സന്ദർഭം ഏത് കാലയളവായിരുന്നു? എങ്ങനെയാണ് യേശുവിനെ വ്യക്തിപരമായി അറിയുവാനും ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും ഇടയായത്? ആ സന്ദർഭം ഒന്ന് വിശദീകരിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ അവസരമൊരുക്കിയ പാസ്റ്റർ ജോൺസണും ടീമിന് എൻ്റെ നന്ദി. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പള്ളിയിലെ ശുശ്രൂഷക്കാരനായിരുന്നു. അന്ന് പഠിക്കുമ്പോഴെല്ലാം എൻ്റെ ലക്ഷ്യം എനിക്ക് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം, ഒരു നല്ല വീടുണ്ടാക്കണം, പിന്നെ ഒരച്ഛനാകണം. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 20ാമത്തെ വയസ്സിൽ ഞാൻ 1982 കുറുപ്പംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷന് പങ്കെടുക്കാൻ അവസരമൊരുക്കി. അന്ന് കൺവെൻഷൻ പ്രസംഗിക്കുന്ന ദേവദാസൻ യേശുവിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. അന്ന് വരെ യേശുവിനെ എനിക്കറിയാം, കാരണം ഓർത്തഡോക്സ് കുടുംബത്തിലാണ്, ഞാനും ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷേ മരണാനന്തര ജീവിതം, മരിച്ചതിന് ശേഷം പോകുന്ന സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. എന്നാൽ ആ ദേവദാസന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ന് മരിച്ചാൽ എവിടെ പോകും? ആ രക്ഷ നിനക്ക് ഉറപ്പുണ്ടോ? അതെനിക്കില്ലായിരുന്നു. അന്ന് രാത്രി എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്ന്, കുറുപ്പംപടിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്, നടന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദൈവാത്മാവിൽ എനിക്ക് ബലം ലഭിച്ചിരുന്നു. ഞാൻ രാത്രി തനിച്ച് നടക്കുന്ന പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അന്ന് എനിക്ക് പേടി തോന്നിയില്ല. തനിച്ച് നടക്കുമ്പോൾ ഒട്ടും പേടി തോന്നിയില്ല. പക്ഷെ എനിക്ക് വലിയ ആത്മീക സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞു. ഇരുട്ടിനെ പേടിക്കുന്ന ഞാൻ, മറ്റുള്ള സാഹചര്യങ്ങൾ, അന്ന് വലിയ വഴിയൊന്നുമില്ല. ആ സന്ദർഭത്തിലൊന്നും എനിക്കൊരു പേടി തോന്നിയില്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവിനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമേ കിട്ടിയ വാക്യം അപ്പോസ്തലർ പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ആ ദൈവദാസൻ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമായ വിശ്വാസത്തിൽ വന്ന് പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല, എന്നെ തന്നെ സമർപ്പിക്കണം, എനിക്ക് ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അവിടെ മുഴങ്കാലിൽ നിന്ന് ഞാൻ കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് നിന്റെ ആത്മാവ് കൊണ്ട് എനിക്ക് നിറയ്ക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രിയിൽ എന്നെ ദൈവം കാണിച്ചൊരു ദർശനമാണ് വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യയിലെ ആദിവാസികളുടെ ഷേപ്പ്, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ. ഞാൻ ഒരിക്കൽ പോലും അന്ന് വരെ കേരളത്തിന് വെളിയിൽ പോയിട്ടില്ല. ഞാൻ എറണാകുളം ജില്ല വിട്ട് എങ്ങും പോയിട്ടില്ല. എനിക്ക് വടക്കേ ഇന്ത്യ എന്നാന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വടക്കേ ഇന്ത്യയിലെ ആദിവാസി ആളുകളുടെ ഷേപ്പ്, അവിടെ ഈ മൂക്കിൽ ഇതുള്ളതും ചെവിയിൽ ഇതുള്ളതും അങ്ങനെയുള്ള ആളുകൾ, അല്പമൊക്കെ വസ്ത്രം ധരിച്ച ആളുകളുടെ ഷേപ്പിൽ ഇങ്ങനെ സ്ക്രീനിലൂടെ, TV സ്ക്രീനിലൂടെ ഇങ്ങനെ അവരെങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവർ യേശുവിനെ കുറിച്ച് എങ്ങനെ കേൾക്കും നീ ഇല്ലാതെ? യെശയ്യാവിനോട് ചോദിച്ച ഒരു ചോദ്യം, ആരെനിക്ക് വേണ്ടി പോകും?
ഈ ചോദ്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. ആരെ എനിക്ക് വേണ്ടി പോകും? പോൾ, ക്യാൻ യു ഗോ? നീ എനിക്ക് വേണ്ടി പോകാം. ഞാൻ ആ നിമിഷത്തിൽ തന്നെ കർത്താവ് ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ എന്നെ സമർപ്പിക്കണം. അതിനുശേഷം അന്ന് എൻ്റെ സ്വന്തത്തിൽപ്പെട്ട കുറച്ച് പേര് ഓപ്പറേഷൻ മൊബിലൈസേഷൻ ടീമിലുണ്ടായിരുന്നു. അവരോട് ഞാൻ ബന്ധപ്പെട്ടു. അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഐ വാണ്ട് ടു, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം. അവരോട് ഞാൻ വാ OIM ഞാനങ്ങനെ 1982 മാർച്ച് മാസത്തിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ടീമിൽ ചേർന്നു. അപ്പോഴാണ് എനിക്ക് ആദ്യം സെലക്ഷൻ കിട്ടിയത്. ബാംഗ്ലൂരിലാണ്. പിന്നെ എന്നെ ലക്നോയിൽ വിട്ടു, ഉത്തർപ്രദേശിൽ. അങ്ങനെ ഉത്തർപ്രദേശിൽ OIM ടീമിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകാനിടയായി. ട്രക്കിൻ്റെ അകത്ത് 10-12 പേരൊക്കെ ആയിട്ട് ടീമായിട്ട് ഗ്രാമങ്ങളിൽ പോയപ്പോഴാണ് ഞാൻ അന്ന് കണ്ട പിക്ചർ, എന്നെ ദൈവം കാണിച്ച ആളുകളെ പോലെയുള്ള ആളുകളെ കാണാനിടയായി. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവം തരുന്ന ദർശനം ദൈവം നിറവേറ്റുന്നവനാണ്. ഈ ആദ്യം പോയത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂര്, അവിടെ നിന്ന് പിന്നെ ലക്നോ, ഉത്തർപ്രദേശിലാണ് പ്രവർത്തനം തുടങ്ങിയത്, ആരംഭിച്ചത്. അപ്പം നമ്മള് പ്രത്യേക ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഓപ്പറേഷൻ മൊബിലൈസേഷനാണ് ഉത്തർപ്രദേശിൽ. അന്നത്തെ ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയുള്ള പ്രവർത്തനമാണ് ലക്നോ ചെന്നിട്ട് ചെയ്യാനിടയിൽ? അന്ന് ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസ ജീവിതമായിരുന്നു. ഇത് 82-ലാണ്. 82 എന്ന് പറഞ്ഞാൽ അന്ന് സായിപ്പന്മാരുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ട്രക്കാണ് ഉപയോഗിക്കുന്നത്, അവരായിരിക്കും ഡ്രൈവർമാർ. ഞങ്ങൾക്ക് ലീഡേഴ്സ് ഉണ്ട്, 10-12 പേര് ടീമിലുണ്ടാകും. രാവിലെ ഡിവോഷനും പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോകും. അന്ന് യോഹന്നാന്റെ സുവിശേഷം ഒക്കെ അടങ്ങിയ ഒരു ഗോസ്പൽ പാക്കറ്റ് ഉണ്ട്. ആ ഗോസ്പൽ പാക്കറ്റ് അന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അത് വിറ്റില്ലെങ്കിൽ അന്ന് ഭക്ഷണമില്ല. അതായിരുന്നു അന്നത്തെ നിയമം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുക്സ് വിൽക്കുക, ആളുകൾക്ക് കൊടുക്കുക, സുവിശേഷം അറിയിക്കുക. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും അതിനുള്ള വെൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വളരെ അനുഗ്രഹമായിട്ട് എൻ്റെ OIM-ലുണ്ടായിരുന്ന വർഷങ്ങൾ എത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രാമങ്ങളിലുള്ള വില്ലേജിലുള്ള ഈ മിനിസ്ട്രിയാണ്. അന്ന് OIM-ലായിരിക്കുമ്പോൾ ഗുജറാത്തിൽ പോകുന്ന സമയത്ത് ഗിറ്റാർ വായിക്കായിരുന്നു ഞാൻ. ഗിറ്റാർ വായിക്കും. അപ്പോൾ ഈ OIM-ന്റെ ട്രക്കിന്റെ പുറകിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പാട്ട് പാടും. ഗാത്തേ ഹേ ബജാത്തേ ഹേ ഖുശിയാ ഹം മനാത്തേ ഹേ. അപ്പോൾ ഈ ഗിറ്റാർ വായിച്ച് പാടുമ്പോൾ ഈ അക്വസ്റ്റിക് ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ ഒന്നുമല്ല. അപ്പൊ ഞങ്ങൾ ആദിവാസികളുടെ ഇടയിലൊക്കെ പോയി പാടുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾ പുസ്തകം വായിക്കാൻ അവർക്ക് പൈസ ഇല്ല, 1. 2 അവർക്ക് വായിക്കാൻ അറിയില്ല. ഇത് കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത് വരും, ഈ ഗിറ്റാർ തൊട്ട് നോക്കാനായിട്ട് വന്നിട്ടുണ്ട്, ഇതെങ്ങനെ ഇരിക്കുന്ന ഈ സാധനം, എവിടെ നിന്നാ സൗണ്ട് വരുന്നത്. അപ്പൊ അവരുടെ ആ താല്പര്യം, യേശുവിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യവും ഈ ഞങ്ങളെ കാണാനുള്ള, അവരുടെ ഗ്രാമത്തിൽ ഇതുപോലെ വെളിയിൽ ആരും ചെന്നിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ചെല്ലുന്നു, ഇത്ര വലിയ വണ്ടി അവിടെ ചെല്ലുന്ന ആദ്യമായിട്ട്. അവരോട് പിന്നെ നമ്മളോട് സംസാരിക്കുവാനും അവരെ സ്വീകരിക്കുന്നു, അവർ നമ്മെ സ്വീകരിക്കുന്നു, നമ്മോട് കേൾക്കുന്നതും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ചില ഗ്രാമത്തിലൊക്കെ ആഴ്ചകൾ താമസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നവരെയും സുവിശേഷ വേലയിൽ ആളുകൾ ഇന്ന് ആ ഒരു എതിർപ്പ് കണ്ടിട്ടില്ല. എതിർപ്പ് ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷെ നല്ലൊരു സ്വീകരണം പൊതുവെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്നത് സമാധാനത്തിന്റെ സുവിശേഷമാണെന്നും ആ സമാധാനത്തിന്റെ സുവിശേഷം നമ്മുടെ ശക്തിയിലല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ ഓഡിയൻസിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു ചോദ്യം, ഈ ഗ്രാമത്തിലെ, ഞാനും 10 വർഷം വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു. അവിടെ ഇന്നും ഗ്രാമത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഒരു വീടിന് നമ്മൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളില്ലാത്തതാണ്. അപ്പൊ ആ കാലത്ത് അവിടെ ഗ്രാമങ്ങളിൽ താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? അല്ല, അന്നും ഇന്നും ഏകദേശം ഗ്രാമങ്ങളിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മാറ്റം അധികം ഉൾഗ്രാമങ്ങളിൽ ഇന്നും വലിയ മാറ്റമില്ല. ബാത്റൂം ഇല്ല, വെള്ളത്തിന്റെ സൗകര്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, നല്ല റോഡില്ല, ആളുകൾക്ക് ശുചിത്വമില്ല. ഭക്ഷണം ഒരുക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും, അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ആടിനെ കെട്ടിയിരിക്കുന്നത്, കന്നുകാലിയെ കെട്ടിയിരിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും കുട്ടികൾ കുളിക്കുന്നതും എല്ലാം ചെയ്യുന്നതിന്റെ അടുത്ത് തന്നെയായിരിക്കും. അങ്ങനെ അവർ ഭക്ഷണം ഒരുക്കുന്നതും വളരെ വൃത്തിഹീനമായി നമുക്ക് തോന്നാവുന്ന രീതിയിൽ ഉള്ള സ്ഥലത്തായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലെ സന്തോഷം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ചെറിയ പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നെങ്കിലും
അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവർക്ക് കംപ്ലൈൻറ്റ്സ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇതില്ല, ഞങ്ങൾക്ക് TV ഇല്ല, ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഉടുപ്പില്ല എന്ന് പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. ആയിരിക്കുന്ന അവസരത്തിൽ അവർ സന്തോഷമാണ്. അപ്പൊ അവരോട് ഒന്നുകൂടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കുറെ കൂടി സന്തോഷം അവരുടെ മുഖത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഞങ്ങൾ ചെന്ന് സുവിശേഷം പറഞ്ഞ് അവിടെ നിന്ന് ആളുകൾ യേശുവിനെ സ്വീകരിച്ച്, അതിലൂടെ ചില ചെറുപ്പക്കാരെ യേശുവിനെ സ്വീകരിച്ച് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ വന്ന ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റസിൽ ഒരു ഗ്രാമത്തിൽ നിന്ന്, കടേറ്റാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യൻ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ വന്ന് പഠിക്കുന്ന സമയത്ത് അവന് ഭയങ്കര അസുഖമായിരുന്നു. നടക്കുമ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്യായിരുന്നു, വീഴുമായിരുന്നു, പാൻറ് വലിച്ച് കീറുമായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അവന്റെ ഗ്രാമത്തിൽ കറണ്ടില്ല, വെളിച്ചമില്ല, വളരെ റിമോട്ട് ഏരിയ. രാവിലെ ഒരു ബസ് പോയാൽ പിന്നെ ബസ്സില്ല. ഒരു ദിവസത്തിൽ ഒരു ബസ്സേ ഉള്ളൂ. അവിടുന്ന് രാവിലെ ചെല്ലും, അതല്ലാതെ വേറെ വണ്ടിയില്ല. അങ്ങനെ ഒരു സൗകര്യമില്ലാത്ത. പക്ഷേ ദൈവം ആ പരിസ്ഥിതിയൊക്കെ മാറ്റാൻ തുടങ്ങി. ദൈവം ഇന്നും ആളുകളെ സ്പർശിക്കുന്നുണ്ട്. ആ പയ്യൻ ഇന്ന് എൻ്റെ ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മഹേന്ദ്ര ഗായ്ക്വാഡ്. മഹേന്ദ്ര ഗായ്ക്വാഡ്. ദൈവം അത്ഭുതകരമായിട്ട് അങ്ങനെ എത്രയോ പേരെ ദൈവം സ്പർശിക്കുന്നു. ഞാൻ ചിന്തിച്ചത് ആ സാഹചര്യത്തില്, ആ കാലഘട്ടത്തിലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ഇതുപോലുള്ള പ്രത്യേകമായ സ്പർശനത്താല് OM-ലേക്കും മറ്റ് ഗോസ്പൽ ടീമുകളിലേക്കും ഒക്കെ ഇറങ്ങിപ്പോകാൻ ധാരാളം ചെറുപ്പക്കാരെ ഇടയായി തീർന്നു. അവർ സമർപ്പിതരായി. അവർ പിന്നീട് ബഹുമാനപ്പെട്ട ഭാഷ പോലെ വടക്കേന്റെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ വേലയുടെ നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സായിട്ട് മാറാൻ ഇടയായി തീർന്നു. എങ്കിലും OM-ല് എത്ര വർഷം ഉണ്ടായിരുന്നു? OM-ല് 7 വർഷം. 7 വർഷം. ആ 7 വർഷത്തെ അനുഭവത്തില് ഒത്തൊരുമ, ടീം വർക്ക്. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമുള്ള കാലമാണ്. OM എന്ന് പറഞ്ഞാൽ ടീം വർക്കായിരുന്നു. ആ ടീമിന്റെ ഘടനയെ, ആ ഒരുമയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇല്ല, ടീം OM-ന്റെ ആരംഭത്തിൽ തന്നെ OM-ന്റെ ദർശനം തന്നെ ടീം വർക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും ഉള്ളതും ഞങ്ങൾക്ക് ഒരു മ്യൂസിക് ടീമുള്ളത് നവജി വരുന്ന ടീം വർക്കാണ്. ഞാനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വന്നത് OM-ലായതുകൊണ്ട് പല ഭാഷക്കാര്, പല ദേശക്കാര്, പല സ്വഭാവക്കാര് ഒരുമിച്ച് ജീവിക്കുക. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ഗുണം, ഞാനിപ്പോഴും ഞങ്ങൾക്ക് ഒരു ബൈബിൾ സ്കൂളുണ്ട്. ബൈബിൾ സ്കൂളിൽ പറയുന്നത്, ബൈബിൾ സ്കൂളിൽ വരുന്നത് ബൈബിൾ പഠിക്കാൻ മാത്രമല്ല, അതൊരു രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഞാൻ പറയും, ഒന്നാമത്തെ സ്റ്റെപ്പ് പല സ്വഭാവക്കാര് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ പഠിക്കാം. പല സ്വഭാവക്കാര്, ദേഷ്യക്കാര്, അസൂയപ്പെടുന്നവര്, മോഷ്ടിക്കുന്നവര്, ഇങ്ങനെയുള്ളവര്, പകുതി രക്ഷിക്കപ്പെട്ടവര്, മുഴുവൻ രക്ഷിക്കപ്പെട്ടവര്, രക്ഷിക്കപ്പെടാത്തവര്, സമർപ്പണമുള്ളവര്, സമർപ്പണം ഇല്ലാത്തവര്, അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുക. രാവിലെ എഴുന്നേക്കാൻ സ്വഭാവം ഇല്ലാത്തവര്, 12 മണിക്ക് എഴുന്നേൽക്കുന്നവര്, രാത്രി ഉറങ്ങാത്തവര്, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണം, നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയൊരു അനുഗ്രഹപ്രദമായ ഒരു സമയമായിരുന്നു OM-ല്. ഞാനൊരു ദേഷ്യക്കാരനായിരുന്നു. എനിക്കൊരു അഹംഭാവം എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനെന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം എന്നിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് എൻ്റെ നല്ല ലീഡേഴ്സായിരുന്നു. ആ OM-ന്റെ ആരംഭ കാലത്തിലുള്ള ലീഡേഴ്സൊക്കെ എന്നെ ഒത്തിരി ട്രെയിൻ ചെയ്തു. നിനക്ക് മാറണം, നിനക്ക് ഈ സ്വഭാവം മാറണം. അങ്ങനെ എന്നെ തന്നെ രൂപീകരിക്കാൻ ടീം വർക്കാ കഴിഞ്ഞത്. ഒരു ടീമിന്റെ ഗുണം അതാണ് യേശുവിന്റെ ടീമിന്റെ ഗുണം. പത്രോസിനെ പോലുള്ളവരെയൊക്കെ യേശു കൂടെ കൊണ്ടു നടന്നതിന്റെ കാരണം അവനെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാണ്, സുവിശേഷത്തിൽ നിർത്താനല്ലായിരുന്നു. കാരണം ഒരു വലിയ പ്രാസംഗികനാക്കാൻ അവനെ ട്രെയിൻ ചെയ്യേണ്ടത്. അതാണ് സുവിശേഷം ചെയ്യുന്നത്, അതാണ് ടീം വർക്ക് ചെയ്തത്. ഇപ്പോഴും ഞങ്ങളുടെ ടീം വർക്കിന്റെയും ഗുണം അതാണ്. ഞങ്ങളുടെ ടീമിൽ നവജീവൻധാര എന്ന് പറയുന്ന ടീമിൽ ഉണ്ടായിരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും, ഞങ്ങളുടെ മ്യൂസിക് ടീമിൽ ഉണ്ടായിരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇന്ന് ലോകം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളായി മാറാനുള്ള കാരണം ഈ ടീം വർക്കാണ്. അത് അവരുടെ സ്വഭാവത്തെ മാറ്റി. ഈ സുവിശേഷം മറ്റുള്ളവരെക്കാൾ അധികം നമ്മെയാണ് മാറ്റുന്നത്. നമ്മെ മാറ്റിയാലാണ് നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ കഴിയും. നമ്മുടെ ലൈഫിലാണ് ആദ്യം പ്രകാശം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയും. ഒരു മെഴുകുതിരി പോലെ നമ്മിൽ പ്രകാശം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റൊരു പ്രകാശമില്ലാതിരിക്കുന്ന ഒരു മെഴുകുതിരിയെ പ്രകാശിപ്പിക്കാൻ കഴിയും. 7 വർഷം ഓപ്പറേഷൻ മൊബിലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഏതെല്ലാം സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട് ആ സമയത്ത്? എല്ലാ സ്റ്റേറ്റിലും, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. OM-ന്റെ ഒരു പ്രത്യേകത അതായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ പോകാൻ കഴിഞ്ഞു, പഠിക്കാനും. അവിടുത്തെ കൾച്ചറും ആളുകളും അവിടുത്തെ ആളുകളുടെ സ്വഭാവവും, അവരോടൊന്നിച്ച് ജീവിക്കുക, കിടക്കുക, ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം കാണുമ്പോൾ ആത്മദാഹം വർദ്ധിക്കും, ആത്മഭാരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. OM-ലുള്ളവരാണല്ലോ പിന്നീട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടീമുകളുടെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഫൗണ്ടറായ ബഹുമാനപ്പെട്ട ബിഷപ്പ് KP യോഹന്നാൻ,
അങ്ങനെ ധാരാളം പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേര് മുന്നോട്ട് വന്നത് ഓപ്പറേഷൻ മൊബിലൈസേഷനിലൂടെ അവര് ദേ ഗോട്ട് ഷാർപ്പൻഡ്, അവർ കൂടുതൽ ആത്മഭാരത്തിൽ വളർന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള നമുക്ക് വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഇപ്പോഴും ശരിക്കും അറിയില്ല. കാരണം വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇന്നും യേശു ആരാണെന്നോ യേശു എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. അവർ ബാക്കി പലതും കേട്ടിട്ടുണ്ട്, എന്നാൽ യേശു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി, ഒരു ബൈബിൾ അവർ കണ്ടിട്ടില്ല. യേശുവിന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം എന്താണ്, ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലായതുകൊണ്ട് എന്റെ വിചാരം അങ്ങനെയല്ലായിരുന്നു, ഇന്ത്യ മൊത്തം ക്രിസ്ത്യാനികളാണ്. പക്ഷെ വടക്കേ ഇന്ത്യ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യേശു എന്ന് കേട്ടിട്ട് പോലുമില്ല. അവർ ചിലപ്പോൾ ചിന്തിക്കുന്ന യേശു എന്ന് പറയുന്നത് വേറെ എന്തോ സാധനമാണെന്ന് ചിന്തിച്ചവരുണ്ട്. എവിടെ കിട്ടും, ഏത് കടയിൽ കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു ബാഡൻസ് അവരെ കുറിച്ച്, അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ആത്മാവ് നശിക്കുന്നല്ലോ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞോളാം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഔറംഗാബാദിൽ നിൽക്കുന്നത് അത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ നിന്നും ഏത് വർഷം അവിടുന്ന് ഓപ്പറേഷൻ മൊബിലൈസേഷൻ മാറുന്നു? 88. അതിനുശേഷമാണ് നവജീവൻ ധാര ടീം. ആ സാഹചര്യം ഒന്ന് പറയാമോ? അത് എന്താണ് അതിനുള്ള ദർശനം? നവജീവൻ ധാര എന്നുള്ള ഒരു ടീം പേര് തന്നെ വടക്കേ ഇന്ത്യ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന, പൊതുവെ പല ടീമുകൾക്ക് ഇംഗ്ലീഷ് പേര്, ഇത് ഭാരതീയമായ ഒരു പേര്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ചില നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ അറിയാൻ എഴുതുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? ഈ ടീം രൂപീകരിക്കുന്ന കാലം, രൂപീകരിക്കാനുണ്ടായ പ്രേരണ, ദർശനം, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാം. നവജീവൻ ധാര ടീം തുടങ്ങുന്നതിനുള്ള കാരണം ഞാനും എൻ്റെ കൂടെയുള്ള കുറേ സഹോദരങ്ങളാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന VC വർഗീസ്, OP പൗലോസ്, അങ്ങനെ കുറേ സഹോദരങ്ങൾ. ഞങ്ങൾ എല്ലാവരും OML ഉണ്ടായിരുന്നവരായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും തന്നെ മ്യൂസിക്കിനോട് താല്പര്യമുള്ളവരായിരുന്നു. VC വർഗീസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് സാറാമ്മ, ഇവരൊക്കെ OML ഉണ്ടായിരുന്നു, ഞങ്ങൾ OML ഉണ്ടായിരുന്ന. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ ഒരു മ്യൂസിക്കൽ ടീം തുടങ്ങണം. കാരണം വടക്കേ ഇന്ത്യയിൽ ഒരു മ്യൂസിക്കൽ ടീം ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ഗിറ്റാർ കാണുമ്പോൾ ആളുകൾക്ക് ഓടി വന്ന് ഇതെന്നാന്ന് കാണാനുള്ള താല്പര്യം. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ആളുകൾ മ്യൂസിക്കിനോട് താല്പര്യമാണ്. അവർ ഗ്രാമത്തിലാണെങ്കിലും അവർ വയലിൽ പണിയെടുക്കാൻ പോകുമ്പോഴും ഒരു റേഡിയോ ഓണാക്കി വെച്ച് പാട്ട് കേട്ടാൽ അവർ പണി ചെയ്യുന്നത്. സിനിമാ പാട്ടാണ് കേൾക്കുന്നതെന്ന് മാത്രം, അത് കേട്ടാണ് അവർക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യം. കാരണം അവർ ഫിലിം ഏറ്റവും കൂടുതൽ കാണുന്നവരാണ്. അപ്പോൾ ഞാൻ OML ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം വടക്കേ ഇന്ത്യയിലെ ആളുകൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്. അതുകൊണ്ട് മ്യൂസിക് ഒരു മെത്തേഡായി, സുവിശേഷം അറിയിക്കാനുള്ള ഒരു മാധ്യമമായി. കേരളത്തിൽ ഇഷ്ടം പോലെ മ്യൂസിക് ടീമുണ്ട്, എന്നാൽ വടക്കേ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു മ്യൂസിക്കൽ ടീമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു മലയിൽ പോയി ഞങ്ങൾ 15 പേർ ഒരു മലയിൽ പോയി 7 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ആരംഭിച്ച ഒരു ടീമാണ് നവജീവൻ ധാര ടീം. കഴിഞ്ഞ ഇപ്പോൾ 27 വർഷമായി ഈ ടീം ഇന്ത്യയിൽ അനേക സ്റ്റേറ്റുകളിൽ, അനേക ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ജയിലുകളിൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന ജയിലുകളിലാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ഞങ്ങൾക്ക് ഗവൺമെൻറ് പെർമിഷൻ ഉണ്ട് ജയിലുകളിൽ പോയി സുവിശേഷം അറിയിക്കാൻ. മറ്റെത്രയോ സ്റ്റേറ്റുകളിലെല്ലാം ജയിലുകളിൽ പോകാനും സിറ്റികളിൽ പോകാനും, സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാമങ്ങളിലും ആദിവാസികളുടെ ഇടയിലും ഒക്കെ. അപ്പോൾ അതിന് കാരണം ഇതാ, വടക്കേ ഇന്ത്യക്കാർ മ്യൂസിക്കിനോട് താല്പര്യം കാണിക്കുന്നു. അപ്പോൾ അതൊരു മാധ്യമമാക്കി സുവിശേഷം അറിയിക്കാനാണ് ഞങ്ങൾ ഈ ടീം തുടങ്ങിയത്. ടീമിൻ മാധ്യമമായിട്ട് സംഗീതം വടക്കേ ഇന്ത്യക്കാര് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചു. അത് ഒരു സക്സസ് ആണ്. സംഗീതം, മ്യൂസിക് ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ടീം പ്രവർത്തനം, സുവിശേഷീകരണത്തിൽ ആൾക്കാരെ, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ, യേശുവിനെ കുറിച്ച് കേട്ടില്ലാത്ത ആൾക്കാരെ ആകർഷിക്കുവാൻ, അവരുടെ സുവിശേഷം പറയാനുള്ള ഒരു മുഖാന്തരമാണ്. അതൊരു വിജയമാണ് എന്ന് വിശ്വാസമുണ്ടല്ലോ. 100%. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വിജയം. കാരണം സംഗീതം ഇഷ്ടപ്പെടാത്ത, പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്സ്, ഞങ്ങളിപ്പോൾ ജയിലുകളിൽ പോകുന്നത് തന്നെ ഡിവോഷണൽ സോങ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഡിവോഷണൽ സോങ്സ് ഇന്ത്യ മൊത്തം അംഗീകരിക്കുന്നതാണ്. കാരണം ഡിവോഷണൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ദൈവത്തോട് അടുക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ അടുക്കാനുള്ള മാർഗം, വഴി എങ്ങനെയാണ് അറിയില്ല. അതിനുള്ള ഒരു നല്ലൊരു മാധ്യമമാണ് സംഗീതം. അപ്പം ആ സന്ദർഭങ്ങളിൽ ആരംഭത്തിൽ ഒരു പ്രവർത്തനം വടക്കേ ഇന്ത്യയിലെ ആ കാലത്ത് ആരംഭിക്കാന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടല്ലോ. അപ്പൊ ആരംഭത്തിൽ ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാ സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ കണ്ടെത്തിയതും അങ്ങനെയുള്ള മുഖാന്തരങ്ങൾ അത് എങ്ങനെയാ നടന്നത്? എങ്ങനെ ഈ ധൈര്യം വന്നത്? ഒരു മ്യൂസിക് ടീമിന് അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് വേണം, യാത്ര ചെയ്യണമെങ്കിൽ വാഹനം വേണം, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ എങ്ങനെയാ അഭിമുഖീകരിച്ചത്?
അത് ഈ ടീം തുടങ്ങാനുള്ളതിന്റെ കാരണം തന്നെ ഓയ്മന്റെ അനുഭവമാണ്. ഓയ്മന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വിശ്വാസാനുഭവമാണ്. ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ തുടങ്ങിയത്. മലയിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോൾ, ഉപവാസം കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ആദ്യം കണ്ട മിറക്കിൾസ്, ഏറ്റവും ആദ്യം കണ്ട മിറക്കിൾ, ഞങ്ങൾ വന്ന് ഉപവാസം കഴിഞ്ഞ് വന്ന് കഞ്ഞി കുടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്നിട്ട് ഒരു കവർ തന്നിട്ട് പോയി. ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരി വാതിൽ തുറന്ന്, ആരോ വാതിൽ മുട്ടുന്ന കണ്ട് വാതിൽ തുറന്ന് ചെന്നപ്പോൾ ഒരു കവർ കൊടുത്തിട്ട് ആ സ്കൂട്ടറിൽ വന്ന ആൾ പോയി. ആ കവറ് തുറന്നത് ഞങ്ങൾ കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ 25,000 രൂപയാണ്. അത് ആരാ തന്നതെന്ന് ഇന്ന് പോലും അറിയില്ല. 30 വർഷം മുമ്പ്, 27 വർഷം മുമ്പ് ആരാ തന്നതെന്ന് ഇന്നും അറിയത്തില്ല. അതുപോലെയുള്ള അത്ഭുതം ഞങ്ങൾ കണ്ടു. അതിൽ നിന്ന് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു ആംപ്ലിഫയർ വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ബോക്സിനുള്ള സ്പീക്കർ വാങ്ങിച്ചു, ബോക്സിനുള്ള തടി മേടിച്ച് ഞങ്ങൾ തന്നെ ഗീസിവർ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ തന്നെ ബോക്സ് ഉണ്ടാക്കി, സ്പീക്കർ ബോക്സ് ഉണ്ടാക്കി, ചെറിയ കീബോർഡ് വാങ്ങിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ടുള്ള ടീം തുടങ്ങുന്നത്. ആ ടീം തുടങ്ങി ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ബീഹാറിലേക്കാണ്. കാരണം ബീഹാർ അന്ന് ഇന്നും അതെ മിഷണറി ഫീൽഡിന്റെ ഗ്രേവ് യാർഡ് എന്നറിയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കാരണം ഞാൻ അന്ന് ബീഹാറിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബീഹാറിൽ ചെറിയ പരിചയമുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബീഹാറിലേക്ക് പോകാൻ കാരണം. അന്ന് ഞങ്ങൾക്ക് വണ്ടിയില്ലായിരുന്നു. ഞങ്ങൾ ട്രെയിനിലാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. റാഞ്ചിയിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ സൈക്കിൾ റിക്ഷോ ദിവസക്കൂലിക്ക് വാടകയ്ക്ക് വിളിച്ചിട്ട് സൈക്കിൾ റിക്ഷോയിലാണ് കൊണ്ടുപോയിരുന്നത്. സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുപോയി ഗ്രാമങ്ങളിൽ സൈക്കിൾ റിക്ഷ ഞങ്ങൾ ഓടിച്ച്, അത് ചിലർ തള്ളും, ഓടിക്കാൻ പറ്റത്തില്ല, അപ്പോൾ തള്ളി അങ്ങനെ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി സുവിശേഷം. പിന്നെയാണ് ഡോക്ടർ KP യോഹന്നാൻ ഞങ്ങൾക്ക് ഒരു വണ്ടി തരുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് അതിലും വലിയൊരു മിറക്കിളുണ്ട് അതിൽ. ഞങ്ങള് അത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഈ ഇതിലൂടെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളോട് KP യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരുവല്ല വിളിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുവല്ല ചെന്ന് എന്നെ വണ്ടി കാണിച്ചതിന് ശേഷം വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പറഞ്ഞു ഡ്രൈവറെ കൊണ്ട് വരാൻ പറഞ്ഞു. ഡ്രൈവറെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നത്, സോറി, വി കനോട്ട് ഗിവ് യു വെഹിക്കിൾ, വണ്ടി തരാൻ പറ്റത്തില്ല. അതിന്റെ കാരണം പറഞ്ഞത് അവർ അന്ന് ഇതായിരുന്നു, നിങ്ങളുടെ സംഘടന പുതിയതാണ്, ഇപ്പൊ തുടങ്ങിയതാണ്, ഇത് അധികം നാൾ നിൽക്കുമെന്നും വലിയ ഉറപ്പൊന്നുമില്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾ എല്ലാവരും പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാൻ എന്താ പറയുക, ഞങ്ങള് ബീഹാറിന് പോകാൻ ഡേറ്റ് എല്ലാം തീരുമാനിച്ചതാണ്. ഈ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചാൽ എല്ലാം തീരുമാനിച്ചത്. പക്ഷെ വണ്ടി കിട്ടാതെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ദുഃഖം ഉണ്ടായിരുന്നു അല്പം. പക്ഷെ തിരിച്ചു വന്ന് ഞങ്ങൾ പറഞ്ഞു, ആ ഡേറ്റിന് തന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ ബീഹാറിൽ ചെന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ ചെയ്തത്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? 6 മാസം കഴിഞ്ഞ് ഇതേ KP യോഹന്നാന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി സാങ്ഷൻ ആയില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബീഹാറിലാണ്, ഞങ്ങളിപ്പോ കേരളത്തിലല്ല. ഞങ്ങളുടെ ടീം ഞങ്ങൾക്ക് വണ്ടി തരികയാണെങ്കിൽ ബീഹാറിൽ തരണം. എന്നിട്ട് അവരുടെ സ്വന്തം ചെലവിൽ, സ്വന്തം ഡ്രൈവറിൽ ഞങ്ങൾക്ക് വണ്ടി ബീഹാർ വരെ എത്തിച്ചു. അപ്പോ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അവിടെ വരെയുള്ള ഡീസൽ, ഇനി അത് തീർന്നില്ല. എന്നിട്ട് അവരുടെ വണ്ടി, അവരുടെ ഡ്രൈവറുടെ ചെലവ്, വണ്ടിയുടെ ഡീസല് 1 വർഷത്തേക്ക് അവര് തന്നെ എടുത്തു. അപ്പൊ നോക്കി, ഞങ്ങൾക്ക് ആദ്യം ദുഃഖം ഉണ്ടായിരുന്നു തരാതിരുന്നതിൽ. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോ ആ വണ്ടി ഞങ്ങളുടെ പേരിൽ എഴുതി തന്നു. ഇത് നിങ്ങൾക്ക് അന്ന് വരെ ആർക്കും എഴുതി കൊടുക്കാറില്ല, വണ്ടി GF-യുടെ പേരിൽ. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്ത് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ്. അതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ ഞങ്ങൾ ആ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളല്ലേ. ഇറങ്ങി ടീം ദർശനം ലഭിച്ചിറങ്ങി വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അതിനുള്ള സാമ്പത്തികം ലഭിക്കുക, വാഹനം ലഭിക്കുക. ബീഹാറിൽ എത്ര നാൾ പ്രവർത്തിച്ചു? ബീഹാറിൽ 3 വർഷം പ്രവർത്തിച്ചു. അവിടെ താമസിക്കുകയായിരുന്നു? അവിടെ തന്നെ ബീഹാറിലെ മൊത്തം ഗ്രാമങ്ങളിൽ കുടുംബമായിട്ട് താമസിച്ചു. അപ്പോൾ ബീഹാറിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കവർ ചെയ്തു. നിങ്ങൾക്ക് കൂടുതലും ഈ പാട്ട് പാടുന്നവര് നമ്മൾ ഒരുമിച്ച് താമസിച്ചു അവിടെ തന്നെ? ഞങ്ങള് അവിടെ ഒരു റൂമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയും ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ കിട്ടാറുള്ളൂ. അതിനുള്ള സൗകര്യം നമ്മുടെ കയ്യിലുള്ളൂ. അത് അധികം ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നത് നമുക്ക് അതിൽ കൂടുതൽ ചോദിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു റൂമിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ അന്ന് കല്യാണം കഴിച്ച് വൈഫായിട്ട് ബീഹാറിലേക്ക് പോകുമ്പോൾ
ഞങ്ങളുടെ ടീമിൽ അന്ന് 11 പേരുണ്ട്. 11 പേരുള്ള ടീം. എൻ്റെ വൈഫും ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കർട്ടൺ, ഇതുപോലൊരു കർട്ടണാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ മധ്യത്തിലുള്ളൂ. അങ്ങനെ ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ. ഇന്നത്തെ സുവിശേഷകർക്ക് ഒരു പക്ഷേ ഇത് ഒരു അത്ഭുതമായിട്ട് തോന്നും. ഒരു കുടുംബം, ഒരു റൂമിനകത്ത് ഒരു കുടുംബം, ഒരു കർട്ടൻ അപ്പുറത്ത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഇപ്പുറത്ത് താമസിക്കുന്നു. ഇതെല്ലാം സുവിശേഷത്തോടുള്ള സ്നേഹം. അതെ, സമർപ്പണം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇന്നും നടക്കുന്നുണ്ട്. ഇന്ന് നടക്കും. സമർപ്പണം ഉണ്ടെങ്കിൽ നടക്കും. ആ സന്ദർഭത്തില് ജീവിതത്തെ സ്പർശിച്ച, അല്ലെങ്കിൽ ഈ നമ്മൾ ത്രില്ലിൽ കർത്താവിന്റെ വേല ചെയ്യും. ആ സമയത്ത് തന്നെ ചില സന്ദർഭങ്ങളിൽ പിശാചിന്റെ പരിശോധന ഉണ്ടാകും. ആ സന്ദർഭങ്ങളിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നെങ്കിലും പരിശോധനകൾ, പ്രത്യേകമായ നമ്മളിൽ ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്തുണ്ടായത് ഒരു സംഭവമാണ്. ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിരുന്നു, ഞങ്ങളുടെ ടീമിനെയും എന്നെയും ഒക്കെ ആയിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം പിടിച്ചു കൊണ്ടുപോയിട്ട് മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് അദ്ദേഹം എന്നെ മുറിയിൽ തള്ളിയിട്ടതിന് ശേഷം പറഞ്ഞത്, ഇനി നീ ഒരിക്കലും സുവിശേഷം പ്രസംഗിക്കത്തില്ല, നിന്നെ കൊന്നുകളയും, നിന്റെ ഡെഡ് ബോഡി ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഹസാരിബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ സമയത്ത് എൻ്റെ വൈഫിനെ, എൻ്റെ ടീമിനെ ഇവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും പോളിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ മുറിയിൽ തള്ളിയിട്ടതിന് ശേഷം ഞാൻ മുറിക്കകത്ത്, ഒരു ബാത്റൂമുള്ള ഒരു മുറിയാണ്, എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഞാൻ മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ അകത്ത് വേദനയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായുള്ളൂ. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഇങ്ങനെയുള്ള അവസരം വൈഫ് തന്നെ അന്യനാട്ടിൽ, വൈഫിനാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല, കല്യാണം കഴിഞ്ഞു നോർത്ത് ഇന്ത്യ വന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം മറ്റൊരു സ്ഥലത്ത്. എന്നോട് മുറി കിടക്കുമ്പോൾ ഇവർ വെളിയിൽ നിന്ന് പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, ഈ മനുഷ്യൻ നമ്മൾ കൊന്നുകളയും. എൻ്റെ ഭാര്യയോട് പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, ഇനി നീ പ്രതീക്ഷിക്കണ്ട. ആ വാക്ക് കേട്ട് എൻ്റെ ഭാര്യ താഴെ വീണ്, ഫോണിൽ നിന്ന് താഴെ വീണ് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ഞങ്ങൾക്ക് നഷ്ടമായി. അതൊന്നും എനിക്ക് അന്നേരം അറിയുന്നില്ല. എന്നാൽ 12 ദിവസം കഴിഞ്ഞ് ഈ മനുഷ്യൻ റൂം തുറക്കുമ്പോഴാണ് എന്നെ ഇട്ടതുപോലെ തന്നെ അവർ കണ്ടു. ഭക്ഷണമൊന്നുമില്ലായിരുന്നു, എന്നാൽ എന്നെ ഇട്ടതുപോലെ തന്നെ എന്നെ കാണാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ഷീണിച്ചിരുന്നില്ല, ഒട്ടും തളർന്നു പോയില്ലായിരുന്നു. എന്നെ ദൈവം ശക്തീകരിച്ചു. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിച്ചെന്ന് പറയാൻ കഴിയും. ആ സമയത്താണ് ദൈവം എനിക്ക് സ്വർഗീയ ദർശനങ്ങൾ തന്നത്. ഒത്തിരി തോട്ട്സ് ഞാൻ ഇന്നും വരെ എനിക്ക് കിട്ടാത്ത, ഈവൻ അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വചനത്തിന്റെ മർമ്മങ്ങൾ, ഓരോ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട പോലെ 9 ദിവസം ഒറ്റയ്ക്ക്, 12 ദിവസം അതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നത്. പക്ഷെ എന്നിട്ട് തന്നെ അവരെന്നെ വിട്ടു. തുറന്നതിന് ശേഷം എന്നെ വിട്ടു. അവർക്ക് മനസ്സിലായി ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് എന്തോ ശക്തി ഉണ്ടെന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തോ നീ ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, മൈ ഗോഡ് ഈസ് ലിവിങ്, മേരെ യേശു ജിന്ദ, എൻ്റെ യേശു ജീവിക്കുന്നു. എന്നിട്ട് അവർ തന്നെ എന്നെ തിരിച്ചുവിട്ടതിന് ശേഷം ഇതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. തിരിച്ചുവിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവസ്ഥ അറിഞ്ഞു. ഞാൻ തകർന്നുപോയി. എനിക്ക് പിന്നെ വിഷമമായി. വിഷമമായി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോടൊന്നും പറയാൻ, ഒരു പബ്ലിക് പറയാൻ പറ്റാത്തതുകൊണ്ട് തകർന്നു പോയിരുന്നു. കർത്താവ്, ഇതിനാണ് ഞാൻ സുവിശേഷയ്ക്ക് വേണ്ടി വന്നത്. പക്ഷെ ആ സമയത്ത് എൻ്റെ ടീമിലുണ്ടായിരുന്ന സഹോദരങ്ങൾ എന്നെ ബലപ്പെടുത്തി. പറഞ്ഞു, ഇല്ല, നാം ഇന്ന് ജീവനോടെ ഉണ്ടല്ലോ, കൊല്ലുമെന്ന് പറഞ്ഞല്ലേ, കുട്ടിയല്ലേ പോയത്, നിങ്ങളില്ലേ എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. എന്നിട്ടും എനിക്ക് ധൈര്യമില്ലായിരുന്നു. എൻ്റെ പിന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നു, അവനെ എങ്ങനെയും നശിപ്പിക്കണം. എന്നെ നശിപ്പിച്ച എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ചെയ്ത വ്യക്തി എനിക്ക് നശിപ്പിക്കും. പക്ഷേ എൻ്റെ ടീമിലുണ്ടായിരുന്ന സഹോദരങ്ങൾ പറഞ്ഞു, നോ, ഫോളോ ദിസ്, യു കാനോട്ട് ഡു ദാറ്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഏത് ദേശത്ത് ചെന്നാലും ആരോട് സുവിശേഷം പറയും, ആരോട്. അത് ഗുണ്ടകളെന്നില്ല, സൈക്കിൾ റിക്ഷക്കാരനെന്നില്ല, പണക്കാരനെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, എല്ലാവരും. ആ സമയത്ത് റാഞ്ചിയിൽ ഒരു ഗുണ്ടയായിട്ട് എനിക്ക് അവരോട് സുവിശേഷം പറയുകയാണ്. ആ ഗുണ്ടയുടെ മോൻ എൻ്റെ സുവിശേഷ പ്രസംഗത്തിന് വരികയാണ്. പുള്ളി താല്പര്യമാണ്. ഞാൻ ഈ ഗുണ്ടയോട് ഈ വിഷയം പറഞ്ഞു, എന്നെ ഇങ്ങനെ പൂട്ടി വെച്ചു, ഇങ്ങനെ ചെയ്തു. അവൻ പറഞ്ഞതാ, ഞാൻ അവനെ ശരിയാക്കും. അപ്പം എൻ്റെ ടീമിലുള്ള സഹോദരങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവം അത് ചെയ്യും. നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കും. ഞാനിന്ന് പറയട്ടെ, എന്നെ മുറി പൂട്ടി വെച്ച ആള് ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹം ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി
3-ാം മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചു. എന്നാൽ ഞാൻ ഇന്നും യേശുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങളിലൂടെ ദൈവം വിടിവിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ഇന്നും ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നത്. ഇതൊരു വലിയ പരിശോധനയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. മനുഷ്യരാകിയാല് നമ്മുടെ മാനുഷിക ചിന്തയില് മാനുഷികമായ പരിഹാരം വന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാനസികമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ എന്റെ ടീം മെമ്പേഴ്സ് ആണ്, ടീമിന്റെ പ്രത്യേകത അതാണ്. അത് ഇപ്പോഴും ഞാൻ പറയാം. ആ ബെന്നി വർഗീസ് എന്ന് പറയുന്ന ആ സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും പ്രതികാരം ചെയ്താൽ ഞാൻ ഇപ്പൊ ടീമിൽ നിന്ന് പോവാണ്. ആ വാക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ ബലഹീന നിമിഷം, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മനുഷ്യനായിരുന്നു, എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എന്റെ വൈഫ്, എന്റെ കരച്ചിൽ, അതൊന്നും എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. പരസ്പരമുള്ള ബലപ്പെടുത്തേണ്ട ആവശ്യകത അതാണ് ടീമിലുള്ള. ഞാൻ ഇന്നും പറയുന്നു, ഇന്നും ഞാൻ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നതിന്റെ കാരണം പലരും എന്നെ കൈത്താങ്ങുന്നതുകൊണ്ടാണ്. ബലഹീനത വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നിന്ന് എന്നെ ഒന്നുകൂടെ തിരിഞ്ഞ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ടീംസാണ്. പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? ബീഹാറിൽ നിന്ന് അവിടെ ഞങ്ങള് മധ്യപ്രദേശിലെ എത്ര കാലം ഉണ്ടായിരുന്നു? മധ്യപ്രദേശിലെ ഏകദേശം 3 വർഷത്തോളം ഉണ്ടായിരുന്നു. മധ്യപ്രദേശിലോട്ട് താമസിച്ചിരുന്നത്? മധ്യപ്രദേശിൽ ഞങ്ങള് ജബൽപൂരിന്റെ അടുത്ത് സിഹോറ എന്ന് പറയുന്നത് ആശ്രമമുണ്ട്. അവിടെ വളരെ നല്ല മിനിസ്ട്രി ആയിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ പിന്നെ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ടീം വർക്ക് മാത്രം പോരാ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് അവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ VC വർഗീസ് അദ്ദേഹമൊക്കെ ഈ സ്കൂൾ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. ഞങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു, സ്കൂൾ തുടങ്ങുന്നതിന്റെ ഞങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാം ക്വാളിഫൈഡ് ആണ്, അവർക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ പഠിപ്പിക്കാം, ഞങ്ങൾക്ക് സുവിശേഷ വിലയ്ക്ക് പോകാം, ഞങ്ങളുടെ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കാം, അപ്പോൾ ഫീസ് കൊടുക്കണ്ട. അപ്പോൾ അതൊരു ഇൻകമായി എന്ന് വിചാരിച്ചാൽ സ്കൂളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ സ്കൂൾ തുടങ്ങി. ഞാനും സ്കൂളിൽ വർക്ക് ചെയ്തു കുറച്ച് നാൾ. സ്കൂൾ തുടങ്ങുന്ന ആരംഭത്തിൽ വേണമല്ലോ, ഞങ്ങളവിടെ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ തുടങ്ങി. വളരെ നല്ലതായിട്ട് തുടങ്ങി, എല്ലാം ചെയ്തു. പക്ഷെ 1 വർഷം വരെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ളിൽ പിന്നെയും പ്രേരണ തുടങ്ങി, ഇതിനല്ല നിന്നെ വിളിച്ചു. കാരണം ശുശ്രൂഷകൾക്ക് സമയമില്ല. സ്കൂള് ആരംഭം ഓവർ ടൈം വർക്ക് ചെയ്താൽ പോലും കുട്ടികളെ കിട്ടുന്നില്ല. കുട്ടികളെ കിട്ടിയാൽ അവരെ കൊണ്ടുവന്ന് വിടണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ടീച്ചേഴ്സിനെ നോക്കണം, ഇതെല്ലാം ചെയ്യണം. പിന്നെ ശുശ്രൂഷകൾക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞാണ് 2 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഗുജറാത്തിലേക്ക് പോകും ടീമായിട്ട്. പിന്നെ അവിടെ നിന്നാണ് ഗുജറാത്തിലേക്ക് പോകും. അങ്ങനെ ഗുജറാത്തില് പിന്നെ പ്രവർത്തനം തുടങ്ങി. ഗുജറാത്തില് 4 വർഷം ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ അനുഭവം എന്ന് പറയാം. ഗുജറാത്ത് പൊതുവെ ആൾക്കാരുടെ ധാരണ 2 വശം ഞാൻ കേൾക്കാറുണ്ട്. ഒന്ന്, സുവിശേഷ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്ന ചില മേഖല, ഡാൻസ് പോലുള്ള മേഖലകൾ ചിലപ്പോൾ അത് വലിയ പ്രതികൂലമാണെന്ന് കേട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പാഷയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ മ്യൂസിക്കൽ ടീമിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് നല്ല അനുഗ്രഹപ്രദമായ ഒരു സപ്പോർട്ടാണ് ഗുജറാത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ അധികവും ഗുജറാത്തില് ഭുജ് ഗാന്ധിധാം ആ സൈഡിലാണ് ഞങ്ങൾ അധികം വർക്ക് ചെയ്തത്. ആ സൈഡ് ഗാന്ധിധാം, ഭുജ്, പോർബന്ദർ, രാജ്കോട്ട്, അഹമ്മദാബാദ്, ആനന്ദ് ആ ഏരിയയിലെ ഗ്രാമങ്ങൾ, അതിൻ്റെ അടുത്തുള്ള ഏറ്റവും പട്ല എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞങ്ങൾ താമസമുണ്ട്. പട്ല എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ, അതും ഒരു ഭയങ്കരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഞങ്ങൾ താമസമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ എല്ലാം പോയി. അവിടെ നിന്ന് ബറോഡ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സൂററ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഗുജറാത്തിൽ എനിക്ക് ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷ വേലയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയ ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ വളരെ അനുഗ്രഹപ്രദമായ സമയം. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ളത്, ഞങ്ങൾ ഭുജില് ഓരോ ഗ്രാമങ്ങളും ഭൂകമ്പത്തിന് മുമ്പ് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ ഗ്രാമങ്ങളും സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്ര വന്ന് 6 മാസം കഴിയുമ്പോഴാണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഭുജിലൊക്കെ ഞങ്ങൾ സുവിശേഷം അറിയിച്ച് കഴിഞ്ഞ അന്ന് ഞങ്ങൾക്ക് ഓരോ ഗ്രാമങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്. ഭൂകമ്പം ഉണ്ടായതിനു ശേഷം ഞാൻ ഔറംഗാബാദിൽ നിന്ന് കുറെ പാസ്റ്റേഴ്സിനെയും കൊണ്ട് റിലീഫ് വർക്കിന് വേണ്ടി പോയിരുന്നു. കുറെ സാധനങ്ങളുമായിട്ട്, വണ്ടിയായിട്ട് കുറെ സാധനങ്ങളുമായിട്ട് പോയി. ഈ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണ സാധനങ്ങളും തുണിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടികളായിട്ട് പോയിരുന്നു അവിടെ. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അന്ന് നമ്മൾ കണ്ട വലിയ ബിൽഡിംഗ് ഒന്നുമില്ല, ഗ്രാമങ്ങളില്ല, ആളുകൾ കരയുന്നു, ആളുകൾ കണ്ണീരൊഴുക്കുന്നു, ആളുകളുടെ ദയനീയ അവസ്ഥ കണ്ട് അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത്, ദൈവം നോക്കി നമ്മൾ അതിന് മുമ്പ് അയച്ച് ഈ സുവിശേഷം അറിയിക്കാൻ. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഇപ്പോഴും എൻ്റെ ഹാർട്ടിൽ, എനിക്ക് ഇപ്പൊ മഹാരാഷ്ട്രയിലാണെങ്കിൽ പോലും എനിക്ക് ഗുജറാത്തിൽ ഭയങ്കര താല്പര്യമാണ്.
എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് ചെറുതായിട്ട്, വലിയ എതിർപ്പുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ അനുഗ്രഹപ്രദമായ ഒരു മിനിസ്ട്രിയാണ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നത്. ഗുജറാത്തിൽ നിന്നും ഏത് വർഷമാണ് മഹാരാഷ്ട്രയിലേക്ക് വന്നത്? 2000-ലാണ്. ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനുള്ള സാഹചര്യം എന്താ? ഔറംഗാബാദിൽ വരാനുള്ള കാരണം, ഔറംഗാബാദിനെ ഞങ്ങൾ ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേറ്റ്, അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റേറ്റിൽ പോകുന്നത്. ഔറംഗാബാദിൽ വരാനുള്ള കാരണം, ഔറംഗാബാദ് മഹാരാഷ്ട്രയുടെ സെന്ററാണ്. അപ്പൊ ഞങ്ങൾക്ക് ടീം വർക്കാണ്. അപ്പോൾ സെൻട്രലിൽ നിന്ന് എങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. കാരണം ഔറംഗാബാദിൽ നിന്ന് നാഗ്പൂരിനും കോളാപൂരിനും അങ്ങനെ ബോംബെക്കും ഒക്കെ ഉള്ള ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഔറംഗാബാദിൽ വർക്ക് കുറവാണ്, സുവിശേഷ പ്രവർത്തനം കുറവാണ്. നാഗ്പൂരിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, പൂനെയിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഉണ്ട്, ബോംബെയിലുണ്ട്. എന്നാൽ ഔറംഗാബാദിലില്ല. അപ്പോൾ ഔറംഗാബാദിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഔറംഗാബാദിൽ പോകാനുള്ള കാരണം. ഔറംഗാബാദ് ആ സമയത്ത് ഞങ്ങൾ ഉള്ള സമയത്ത് വളരെ കുറച്ച് ചർച്ചകളേ ഉള്ളൂ, വളരെ കുറച്ച് മിനിസ്ട്രി ഉള്ളൂ. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ബൈബിൾ സ്കൂൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഔറംഗാബാദ് ഒരു ഇവാഞ്ചലിസത്തിനായിട്ട് ചൂസ് ചെയ്യാൻ കാരണം. ഔറംഗാബാദ് ഞാൻ വന്നിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഒരു വളരെ ഡ്രൈ ആയിട്ട് സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മഴ കുറവാണ്. ഇപ്പോഴും 3 ദിവസം കൂടുമ്പോൾ 1 മണിക്കൂറേ വെള്ളം കിട്ടത്തുള്ളൂ എല്ലാ വീട്ടുകാർക്കും. 3 ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം വെള്ളം കിട്ടും. ആ വെള്ളം ഇപ്പൊ നമുക്കിവിടെ 3 ദിവസത്തിൽ 1 മണിക്കൂർ വെള്ളം ഇല്ലാതെ വന്നാൽ ടെൻഷൻ. അവിടെ എങ്ങനെയാണ്? 1 മണിക്കൂറേ വെള്ളം കിട്ടുള്ളൂ. ആ വെള്ളം നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും. അത് ഔറംഗാബാദില് ജാൽന എന്ന് പറയുന്ന സ്ഥലത്ത് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം വരത്തുള്ളൂ. ആ വെള്ളം സൂക്ഷിച്ചാണ്. പിന്നെ വെള്ളം വേണമെങ്കിൽ ടാങ്കറിൽ ലോറിയിൽ വെള്ളം മേടിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഔറംഗാബാദില് വന്ന് കർത്താവുടെ വിശാലത തന്നു. സഭയുണ്ട് അല്ലേ? സഭാപ്രവർത്തനം, ബൈബിൾ സ്കൂളുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഈ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പ്രൊജക്ട്. ആ ഒരു ട്രാൻസിഷൻ, ചർച്ച് ടീം വർക്കായിരുന്നു അവിടുന്ന്. ചർച്ച് മിനിസ്ട്രി, ബൈബിൾ സ്കൂൾ എന്നൊക്കെയുള്ള ഒരു ആ ട്രാൻസിഷൻ, അതിലേക്കുള്ള ആ ചേഞ്ച്, ആ ഒരു കാര്യത്തെക്കുറിച്ച്, അത് ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചൊന്നും പറയാം. ഞങ്ങളുടെ ഒരു നവജീവൻധാര മിനിസ്ട്രിയുടെ ഉദ്ദേശം സുവിശേഷീകരണം മാത്രമായിരുന്നു. ഞാൻ ഓയ്മിലായിരുന്നു, സുവിശേഷീകരണം മാത്രമായിരുന്നു. ഞാനൊരു സുവിശേഷകനായിരുന്നു, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞങ്ങൾ ഔറംഗാബാദിൽ വന്നപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഔറംഗാബാദിലുള്ള എല്ലാ പാസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ടീമും ഗുജറാത്തിൽ നിന്ന് വരുമ്പോൾ എല്ലാ പാസ്റ്റേഴ്സിനെ എൻ്റെ ഇളയ മോളുടെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമാണ് വന്നതാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ടീമിനെ ഉപയോഗിക്കാം, ഏത് ഗ്രാമത്തിൽ ഉപയോഗിക്കാം, ഞാൻ വേണമെങ്കിൽ വരാം, പ്രസംഗിക്കാം, ഞങ്ങൾക്ക് ഒരു പൈസയും ചാർജില്ല. ഞാൻ ഇന്ന് ധൈര്യത്തോടെ പറയാം, 27 വർഷമായിട്ട് ഈ ടീമിന് ഒരു പ്രോഗ്രാമിന് ചാർജ് ചെയ്തിട്ടില്ല. ഇന്നവരെ ഒരു ചാർജും ഇല്ലാതെ പ്രോഗ്രാമിന് ഞങ്ങളുടെ സ്വന്തം ചെലവിൽ പോയി പ്രോഗ്രാം നടത്തുന്ന വേറെ ഒരു ടീം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, വടക്കേന്ത്യ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ ഔറംഗാബാദിൽ ആരും ഞങ്ങളെ സ്വീകരിച്ചില്ല. എന്നാൽ അതിന് പകരമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. നാഗ്പൂരിലും അമരാവതിയിലും പൂനെയിലും കോളാപൂരിലും ഒക്കെ ഞങ്ങളുടെ ടീം പോകുമായിരുന്നു, നഗറിലൊക്കെ. പക്ഷെ ഔറംഗാബാദിലില്ല. അപ്പോൾ ഔറംഗാബാദിൽ 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2-3 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു. കാരണം ഞങ്ങൾ ആ സിറ്റിയിൽ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളെല്ലാം ചെയ്യുന്ന മറ്റു സൈഡിലാണ്. അപ്പോൾ എന്നാ വിചാരിച്ചു, ഈ സിറ്റി മാറിയേക്കാം, ഈ സിറ്റിയുടെ കുഴപ്പമാണ്, സിറ്റിയിലെ ആളുകളുടെ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഉപവാസം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിയതാണ് ഇവിടുന്ന് മാറാം. ഞങ്ങൾക്ക് തന്നെ തോന്നി, ദൈവപ്രേരണയല്ല, ഞങ്ങൾക്ക് തന്നെ തോന്നി ഇവിടുന്ന് മാറാം. അപ്പം ഞങ്ങൾ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്, ഒരു മേജറുടെ മോള് ഞങ്ങൾക്കൊരു വീട് ഓഫർ ചെയ്തു, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം, 2 നില വീട്. അപ്പം ഞങ്ങൾ ആ വീട് കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്നാ വെക്കേഷൻ, പിള്ളേരുടെ സ്കൂളിൻ്റെ അവധിക്ക് സമയത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാം ഫൈനൽ ചെയ്തു, ഞങ്ങൾ വീടെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു, ഫൈനൽ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 3 മക്കളാണ്. രണ്ടാമത്തെ മകള് ജമീമ 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ അന്ന് താമസിക്കുന്ന ഒരു ചെറിയൊരു വീട്ടിലാണ് വാടകയ്ക്ക്, ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് റൂമിൽ ഞങ്ങളുടെ ടീം, അടുത്തതിൽ ഞങ്ങൾ, പിന്നെ കിച്ചൺ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ OM ടീം, ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ലേഡീസ് ടീം, അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. ഒരു ബിൽഡിംഗ് തന്നെ, സെയിം ഫ്ലോറിൽ തന്നെ, അതിൻ്റെ അകത്തുനിന്ന് ഡോറുണ്ട്. അപ്പോൾ OM ടീമുകാർ താമസിക്കായിരുന്നു. അപ്പോൾ OM ലീഡർ ഒരു ദിവസം അവിടെ വന്നു, വലിയൊരു ലീഡർ വന്നപ്പോൾ ആ ലീഡറിന് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം തിളപ്പിച്ച്, അങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് അവരുമായിട്ട് കളിച്ചിട്ട് ഈ ചൂടുവെള്ളത്തിൽ ചാടി.
ആ ചൂടുവെള്ളത്തിൽ ചാടി അങ്ങ് പൊള്ളി. അത് തിളപ്പിച്ച വെള്ളമായിരുന്നു ഭയങ്കര. അന്ന് ഞാനും എൻ്റെ ടീമും, ഞാൻ സിഡ്കു എന്ന് പറയുന്ന സ്ഥലത്ത് ഔറംഗാബാദിൽ തന്നെ ഒരു സിറ്റിയിൽ, അവിടെ ഒരു ചർച്ചിൽ ഓൾ നൈറ്റ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പ്രസംഗിച്ചു. അന്ന് ഞാൻ പ്രസംഗിച്ചത് ക്രോസ് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. ക്രോസ് എടുത്താൽ നിനക്ക് അനുഗ്രഹമാണ്, ക്രൂശ് എടുത്താൽ നിനക്ക് അനുഗ്രഹമാണ്, ക്രൂശ് മൈനസിനെ കട്ട് ചെയ്യുന്ന പോസിറ്റീവ് ആക്കുന്നതാണ്, നീ യേശുവിനെ സ്വീകരിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാവുള്ളൂ, നെഗറ്റീവ്സ് എല്ലാം മാറും, പിന്നെ അത് മൾട്ടിപ്പിൾ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ പ്രസംഗിച്ചതിന് ശേഷം ഇരിക്കുമ്പോഴാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത്. എൻ്റെ മോളെ വിളിക്കുന്നത്. ഞാൻ തിരിച്ചു ചെന്ന് വീട്ടിൽ നോക്കുമ്പോൾ എൻ്റെ മോളെ ശരീരം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ചെല്ലുന്നതിന് 2 മണിക്കൂർ സമയമെടുത്തു. അന്ന് വരെ അപ്പോൾ ആ 2 മണിക്കൂർ എൻ്റെ വൈഫ് പേടിച്ചു പോയി, അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് ടീംകാർ പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു പോയി. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് എയ്ഡ് ചെയ്യണോ, വെള്ളം ഒഴിക്കണോ, എന്തോ ചെയ്യണ്ടേ. അങ്ങ് ഈ ഉടുപ്പ് ഊരിയത് കൊണ്ട് മൊത്തം തൊലി അങ്ങ് പോയിരുന്നു, സ്കിന്ന് പോയിരുന്നു. പിന്നെ ഞാൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എടുത്തില്ല, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എടുത്തില്ല. അവസാനം 3ാമതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ എങ്ങനെയെങ്കിലും എടുക്കണം, എൻ്റെ മോളെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് പറയുന്ന പോലെ ഡോക്ടറോട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്യണം. ആദ്യത്തെ ഡോക്ടർ പറഞ്ഞത് ഇവിടെ എടുക്കത്തില്ല. അത് പറയുമ്പോൾ ഉള്ള വിഷമം നിങ്ങൾക്കറിയാം. രാത്രി 12 മണിക്കുള്ള സമയമാണ്. അടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ എടുക്കത്തില്ല, അത് സീരിയസ് ആണ്. അടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. ഞാൻ പറയാണ്, ഡോക്ടറെ നീ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്യണം, എനിക്ക് അഡ്മിറ്റ് ചെയ്താൽ മതി, ബാക്കിയോ. ആ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു, ബേംഡെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ചെക്കെല്ലാം ചെയ്തിട്ട് പറഞ്ഞു 52% ബേണാണ്. അതുമാത്രമല്ല, ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ ഇപ്പോൾ 3 മണിക്കൂർ സമയമെടുത്തു. അതുകൊണ്ട് ബേൺ അകത്തേക്ക് പോയി, സ്കിന്നിന് മാത്രമല്ല. അതുകൊണ്ട് കുറേ ദിവസം കിടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ. എത്ര ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 49 ദിവസം കിടന്നു. 49 ദിവസം. അന്ന് ആദ്യത്തെ ദിവസം ആ രാത്രി കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഇതായിരുന്നു, എന്തിനാ എൻ്റെ മോള് പൊള്ളിയത്? എന്തിനു വേണ്ടി എൻ്റെ മോള് പൊള്ളി? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പൊള്ളിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എൻ്റെ വൈഫ് പൊള്ളിയെ കുഴപ്പമില്ല, ഈ 5 വയസ്സുള്ള മോള്, ആ മോൾക്ക് ഒത്തിരി സാക്ഷ്യമുണ്ട്. ആ മോള് കാരണം ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ആ മോളുടെ പ്രസവത്തിന് വേണ്ടി പോകുമ്പോൾ പനവേലിൻ്റെ അടുത്ത് ട്രെയിനിൽ വെച്ച് പെയിനുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ദൈവദൂതന്മാരെ പോലെ 2 പേരെ ഞങ്ങളുടെ കൊച്ചിനെ താങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ട്രാവലിലുണ്ടായ മോളാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ദൈവത്തിന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെ പൊള്ളിയത്? എന്തോ കാരണം, എന്തോന്ന് വെച്ചാൽ പറ. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സത്യം, ഈ ഇത്രയും പൊള്ളലുണ്ടായിട്ടും എൻ്റെ മോളുടെ മുഖത്ത് വേദനയില്ലായിരുന്നു. അവൾ ചിരിക്കായിരുന്നു. ഈ നേഴ്സുമാർ വന്ന് ഈ ക്ലീൻ ചെയ്യുമ്പോഴും ഡ്രസ്സിങ് ചെയ്യുമ്പോഴും അവൾ കരയാതെ, അവൾ കരഞ്ഞ് കണ്ടിട്ടില്ല. അവരോട് സുവിശേഷം പറയായിരുന്നു. ഒരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു, അവൻ തമ്പാക്ക് കഴിക്കുന്ന ആളാണ്, ഈ അവിടുത്തെ പാനൊക്കെ കഴിക്കുന്ന. ആ പുള്ളിയോട് പറയുന്നത്, നീ പാൻ കഴിച്ചാൽ നരകത്തിൽ പോകും, നീ പാൻ നിർത്തണം. ഡോക്ടറോട് പറയുന്നു, ഡോക്ടറെ യേശുവിനെ സ്വീകരിക്കണം. അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. പക്ഷെ എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ചോദ്യം, എന്തിനാ എൻ്റെ മകൾ പൊള്ളിയത്? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും. അന്ന് എൻ്റെ വൈഫ് അടുത്ത കുട്ടിക്ക് പ്രഗ്നൻ്റാണ്, സാമുവേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ 3ാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. ആ സമയത്ത് വൈഫിന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, ടീമിൻ്റെ കാര്യങ്ങൾ. വളരെ വേദനിച്ച ഒരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കംപ്ലൈൻറ്റ് ഇതായിരുന്നു, 2ആയിരുന്നു. ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ മോൾക്ക് പറ്റി? 2, ഈ ഔറംഗാബാദിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ മോള് പൊള്ളി ഹോസ്പിറ്റലായ ആ പിറ്റേ ദിവസം മുതൽ ഔറംഗാബാദിലെ ആളുകൾ വരാൻ തുടങ്ങി, ഹോസ്പിറ്റലിൽ വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒരു ഫാമിലി വന്നിട്ട് ഒരു ചെക്ക് ബുക്ക് വന്നിട്ട് പറഞ്ഞ്, പാസ്റ്ററിന് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതി. ഒരു കുടുംബത്തിൽ നിന്ന് അവർ വന്നിട്ട് അവരുടെ കൊച്ചു കുട്ടികൾ ഈ സൂക്ഷിക്കുന്ന 1 രൂപ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട്, ഇത് ഞങ്ങൾ തുറന്നിട്ടില്ല, ഇത് പാസ്റ്റർ. അപ്പോൾ ആളുകളുടെ സ്നേഹം കാണാൻ കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരവായില്ല, എന്തിനാ എൻ്റെ മോൾ പൊള്ളിയാണ്?
49-ാം ദിവസം രാത്രി ദൈവാത്മാവിനോട് സംസാരിച്ചു. നിന്റെ മോള്, നിന്റെ ഒരു മോള് 52% പുള്ളിയപ്പോൾ നീ എന്നോട് ചോദിക്കുന്നു എന്തുകൊണ്ട്? എന്നാൽ ഈ ഔറംഗാബാദിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ പോയി 100% നിത്യ തീയിൽ കിടന്ന് വെന്തു പൊള്ളുമ്പോൾ നീ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നീ ഇവിടുന്ന് പോകുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഈ സിറ്റിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു ശബ്ദം എനിക്ക് മുഴങ്ങി കേൾക്കാൻ കഴിഞ്ഞു. നമ്മൾ കർത്താവ് അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കാം. ഞാൻ കർത്താവിനോട് ഇത് എന്നെ പഠിപ്പിക്കാൻ ഇത്രയും വേദന വേണമായിരുന്നു, ഭയങ്കരമായിരുന്നു. അതിനുശേഷമാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഞാൻ വിചാരിച്ചു, ഞാൻ കർത്താവ് ഞാനിവിടെ നിൽക്കാം, ഞാൻ ഔറംഗാബാദിൽ താമസിക്കാം, നീ എന്ത് പറയുന്നോ ചെയ്യാം, ഈ ഔറംഗാബാദിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഔറംഗാബാദിൽ നിൽക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ടീം വർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഔറംഗാബാദിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. കാരണം അതിന് മുൻപുള്ള ഞങ്ങളുടെ എല്ലാ തീരുമാനവും ഓരോ സ്റ്റേറ്റ് വഴി പോകണം, മൂവ് ചെയ്യണമെന്നായിരുന്നു. എന്നാൽ അന്ന് മുതലാണ് തീരുമാനിക്കുന്നത് ഔറംഗാബാദിൽ നിൽക്കാം. എന്നിട്ട് ഞങ്ങൾ നിൽക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ പിന്നെയാണ് ചിന്തിക്കുന്നത് ഇനി എന്താ ചെയ്യുന്നത്, അടുത്ത നിൽക്കുക, ടീം കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ദർശനമാണ്. ഭിക്ഷക്കാർ, ഔറംഗാബാദിൽ ഇഷ്ടം പോലെ ഭിക്ഷക്കാരുണ്ട്. കാരണം ഔറംഗാബാദ് ഒരു ടൂറിസ്റ്റ് സിറ്റിയാണ്. ഒത്തിരി അജന്ത എല്ലോറ ഗുഹകളുള്ള സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഒത്തിരി ഭിക്ഷക്കാരുണ്ട്. അപ്പം അവരോട് സുവിശേഷം അറിയിക്കുന്നു, അവിടെ നിന്ന് തുടങ്ങുക, താഴെ നിന്ന് തുടങ്ങുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിനെങ്ങനെ ചെയ്യണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അവരെ ഞങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അവരോട് പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണമുണ്ട്, ഫ്രീ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അങ്ങനെ ഓരോ മിനിസ്ട്രി കർത്താവ് തന്നെ തുടങ്ങിയതാണ്. അതിനുശേഷമാണ് ബൈബിൾ സ്കൂൾ തുടങ്ങുന്നത്, അതിനുശേഷം ചർച്ച് തുടങ്ങുന്നു, അതിനുശേഷം ഗ്രാമങ്ങളിലെ മിനിസ്ട്രി തുടങ്ങുന്നു, ഗ്രാമങ്ങളിലേക്ക് സുവിശേഷ വേലക്കാരെ അയക്കുന്നു. ഇതെല്ലാം ഓരോന്നും ഞങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ദൈവം ഗ്രീൻ ലൈറ്റ് തന്ന് ദൈവം നടത്തിയതാണ്. അല്ലാതെ ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ച ഇരിക്കുന്ന ബിൽഡിങ്ങും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ തന്നത് ഒരു സഹോദരിയാണ്. ആ സഹോദരി ഞാൻ കണ്ടിട്ട് പോലുമില്ല, ആ സഹോദരി എന്നെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവാത്മാവ് അവരോട് സംസാരിച്ചു, എന്നോട് സംസാരിച്ചു, ഞങ്ങൾക്ക് ആ സ്ഥലം ഫ്രീ ആയിട്ട് തന്നേക്കുന്നത്, അവിടെ ഇപ്പോൾ ഹോളിരിക്കുന്നത്. അങ്ങനെ ദൈവം ഓരോ മുഖാന്തരങ്ങൾ ഒരുക്കി. ദൈവത്തിന്റെ പ്രത്യേകമായ നടത്തിപ്പ് അവരുടെ ഘട്ടത്തിലും അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളവിടെ കടന്നു വന്നപ്പോഴൊക്കെ അവിടുത്തുകാരായ തദ്ദേശീയരായ ആൾക്കാരാണ് പാഷയുടെ ചർച്ചിലുള്ളത്. അവരുടെ വിടുതൽ, രോഗശാന്തി, ഭൂതശാന്തി ഇതൊക്കെ ഞങ്ങൾ നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ തീർന്നു. ഒത്തിരി സന്തോഷമുണ്ടായി. അങ്ങനെയുള്ള ഘട്ടത്തിലെ ഓരോ അനുഭവം കൂടെ പറഞ്ഞ് നമ്മളിവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുക. ഇവരുടെ ജീവിതത്തിൽ സുവിശേഷം അവരുടെ ജീവിതത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരുണ്ടാകുന്ന രൂപാന്തരം, അത് പാഷയുടെ സഭയിൽ ഇന്ന് കൂടുന്ന ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവം എന്ന് പറയാമോ? അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ രൂപാന്തരം, ദൈവത്തിന്റെ രൂപാന്തരം, കർത്താവിന്റെ അസനോടെ ദൈവം പ്രവർത്തിച്ച ഒരു പ്രവർത്തനം ഒരു നൂറുകണക്കിനുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സമയം പറയുന്നത് നമ്മുടെ സമയം പരിമിതമാണല്ലോ, ഒരു സന്ദർഭം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചർച്ച് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല, ബൈബിൾ സ്കൂൾ എൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതല്ല, ഫീഡിങ് പ്രോഗ്രാം ഇനി ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും 100 പേർക്ക് രാവിലെ ഭക്ഷണം, ഇതൊന്നും ഞങ്ങളുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. ദൈവമാണ് ഇതെല്ലാം ഒരുക്കിയത്. മിറക്കിൾസ് നടക്കുന്നത് ഞങ്ങളല്ല, ദൈവമാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, എന്നിലൂടെയല്ല, ഞാൻ പ്രാർത്ഥിച്ച സൗഖ്യമായ ഒരു പെൺകുട്ടി, അതൊരു മെഡിക്കൽ ഓഫീസറാണ്. ഓഫീസറുടെ മോൾക്ക് ബ്ലഡ് വോമിറ്റിംഗ് ആയിരുന്നു. അവർ പോകാത്ത ഹോസ്പിറ്റലിലല്ല, മെഡിക്കൽ ഓഫീസറാണ്. അവർ പോകാത്ത ഹോസ്പിറ്റലിലല്ല. അവർ ബോംബെ, ഹൈദരാബാദ് അതുപോലുള്ള എല്ലാ സിറ്റിയിലും കൊണ്ടുപോയത്. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുട്ടി രക്ഷപ്പെടത്തില്ല. അങ്ങനെ മരിക്കാനായിട്ട് MGM ഹോസ്പിറ്റലിൽ ICUവിൽ പിറ്റേ ദിവസം 6 മണിക്ക് മരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ കൊച്ചിൻ്റെ ഡെത്തിന് വേണ്ടി അവർ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ ICU തന്നെ ഞങ്ങളുടെ ചർച്ച വരുന്ന ഒരു റിക്ഷ ഡ്രൈവറുടെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കുന്നത്. അവർ ആ വൈഫിനെ അഡ്മിറ്റ് ചെയ്ത് വൈഫിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ബെഡിൽ കിടന്ന ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഇങ്ങനെ കിടക്കുന്ന ഈ കൊച്ചിന്റെ ഫാദർ എടുത്ത് വായിക്കുമ്പോൾ അതിലൊരു വാക്യം യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഉള്ള ഒരു വാക്കുകൾ അവർക്ക് കിട്ടുകയാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുക. ആ യേശുവിനെ സൗഖ്യമാക്കുന്ന അവർ അന്ന് പറഞ്ഞത് ഇങ്ങനെ, മർക്കോസിന് ശേഷം 2-ാം അധ്യായത്തിൽ 4 പേര് എടുത്തുകൊണ്ട് വരുന്ന ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന. അപ്പോൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുന്നു എഴുന്നേൽക്കുക.
അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഒരു താല്പര്യം. എന്നിട്ട് ആ റിക്ഷക്കാരനോട് ചോദിച്ചു, ഇത് എന്തുവാ ഒന്ന് പറയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഉണ്ട്, നീ വിളിക്കുക. പറഞ്ഞു, എന്നെ വിളിക്കുന്നത് രാത്രി 1 മണിക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, രാത്രി 1 മണിക്ക് വിളിച്ചാൽ? അപ്പോൾ പറഞ്ഞു, 1 മണിക്ക്. എത്ര മണിക്ക് വിളിക്കാം? 1 മണിക്ക് എന്നെ വിളിക്കുന്നു. ഫോൺ വിളിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, രാവിലെ 7 മണിക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ 6 മണി വരെ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, എന്നെ 7 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ 7 മണിക്ക് വിളിച്ചു. 7 മണിക്ക് വിളിച്ചപ്പോൾ കൊച്ച് നോർമലായിരിക്കുന്നു. അന്ന് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ച് ഡിസ്ചാർജ് ആയി. പിറ്റേ ദിവസം ആ കുട്ടിയെ കൊണ്ട് അവർ ചർച്ചിൽ വന്നു. അന്ന് ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു. ഇപ്പോൾ ആ കുട്ടി BA പഠിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഇനി ആ മനുഷ്യൻ മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹത്തിലൂടെ നടന്ന ഒരു മിറക്കിൾ ഞാൻ പറയാം. അതെ, എൻ്റെ ചർച്ചിലുള്ള ഒരു ടീച്ചിങ്, ഞാൻ ചെയ്യുന്ന എന്തും എൻ്റെ ചർച്ചിലുള്ള വിശ്വാസികൾക്കും ചെയ്യാൻ കഴിയും, അത് മറ്റുള്ളവർക്കും ചെയ്യാൻ കഴിയും. കാരണം ഞാനൊരു സ്പെഷ്യൽ അല്ല, എല്ലാവരും ദൈവസന്നിധി സ്പെഷ്യലാണ്. കാരണം ദൈവം എല്ലാവരെയും ഉപയോഗിക്കും എന്നുള്ളതിനൊരു തെളിവ് ഈ മനുഷ്യൻ താമസിക്കുന്ന, ഈ മെഡിക്കൽ ഓഫീസർ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ മോളിലെ നിലയിൽ താമസിക്കുന്ന അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. MGM ഹോസ്പിറ്റൽ, ഔറംഗാബാദിലെ MGM ഹോസ്പിറ്റലിൽ ഈ റേഡിയോളജിസ്റ്റ് ഡോക്ടറാണ്. ഈ എക്സ്റേ ഒക്കെ എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഡോക്ടറാണ്. അദ്ദേഹം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്കായി. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഇരിക്കുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്താ ICU കയറ്റി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. ആ മരിച്ചു എന്നുള്ള വാർത്ത പെട്ടെന്ന് പരന്നു. ഞങ്ങളുടെ ഈ വിശ്വാസിയും കേട്ടു, അവരുടെ വീടിൻ്റെ താഴെ താമസിക്കുന്നത്. ഇവരവിടെ ചെന്നു, ICU ചെന്നു. അപ്പം എല്ലാവരും പറഞ്ഞു മരിച്ചുപോയി. ഈ എൻ്റെ ചർച്ചിലെ വിശ്വാസി മനീഷ് മകരെ എന്ന അവരുടെ പേരാണ്. പുള്ളി ചെന്നിട്ട് ആ മരിച്ച ഡെഡ് ബോഡിയിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ടു ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവൻ യേശുവിനെ അറിയാതെ മരിക്കാൻ പാടില്ല, ഇവനെ നീ വീണ്ടും ജീവിക്കും. ഡോക്ടർമാര് പുഷ് ചെയ്ത് ഇവിടുത്തെ എല്ലാം ഒടിഞ്ഞു, എന്നിട്ടുമില്ല. പക്ഷെ ഇവനെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങനൊരു കേസുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പോയില്ല, ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു എന്നല്ലോ. പ്രാർത്ഥിച്ചു. 47 മിനിറ്റ് കഴിഞ്ഞ് ആൾക്ക് ജീവൻ കിട്ടി. 47 മിനിറ്റ് കഴിഞ്ഞ്. അത് TV-യിലൊക്കെ വന്ന ന്യൂസാണ്, ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസാണ്. ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്, എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ്. അങ്ങനെ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, വലിയവ ചെയ്യുന്നു, കണ്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുന്നു. കാരണം നാം അവൻ്റെ സൃഷ്ടിയാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ വർഗീസ് വടക്കേ ഇന്ത്യയിൽ ഇത്രയും വർഷം കർത്താവിന് വേല ചെയ്യുന്നത് ഇപ്പം നമ്മൾ കേട്ട അനുഭവങ്ങളുടെ ബലത്തിലാണ്. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വടക്കേ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്തതിൽ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മലയാളക്കരയിൽ നിന്നുള്ള മിഷണറിമാരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചുരുക്കം ചിലരുണ്ട്. അതിലൊരാളാണ് പ്രിയപ്പെട്ട പാസ്റ്റർ പോൾ വർഗീസ്. എൻ്റെ കാരണം പലതാണ്. ഒന്ന്, തദ്ദേശീയരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നു. 2, അവരുടെ ജീവിതത്തിൽ അവർ പ്രസംഗിക്കുന്ന പ്രമാണങ്ങൾ അതുപോലെ പാലിക്കുവാൻ അവർ ഉത്സാഹികളാണ്. ഞാനവിടെ കണ്ടത് എളിയ ജീവിതം എന്ന് പറഞ്ഞാൽ അവരതുപോലെ പാലിക്കുവാൻ ഉത്സാഹിതരും അത് ചെയ്യുകയും ചെയ്യുന്നു. ശിശുത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അവിടെയുള്ള ബൈസ്കൂളിലുള്ളവരും ടീമിലുള്ളവരും എല്ലാം അവരൊരുപോലെ ദൈവസ്നേഹം രുചിച്ചറിയുകയും ആ ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രിയപ്പെട്ട പാസ്റ്ററുടെ വീട്ടിൽ എനിക്ക് നേരിട്ട് കാണുവാനും ഇടയായിത്തീർന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ദൈവദാസനെ പരിചയപ്പെട്ടത് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് ബലമാണ്, വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ഒരു ചോദ്യം കൂടെ പ്രിയപ്പെട്ട പാസ്റ്ററോട് ചോദിച്ച് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്: സുവിശേഷം അത് മാത്രമേ ഉള്ളൂ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് കാരണം, അല്ലെങ്കിൽ നിത്യനരകത്തിന് അവകാശികളാണ്. ദൈവം നൽകിയ ഏകനാമം. അപ്പം ഇത് കേൾക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു പക്ഷേ ക്രൈസ്തവരാകാം, അല്ലാത്തവരാകാം. ഇവരോട് യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയുവാൻ, യേശുവിൻ്റെ സ്നേഹം അറിയിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് ഭാഷയുടെ ജീവിതത്തിലെ വെളിച്ചത്തിൽ ഒരു വാക്ക്, ഒരു പ്രബോധനമായിട്ട് പറഞ്ഞ് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സുവിശേഷത്തിന് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം യേശു എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ രക്ഷ ഉറപ്പാണ്.
രണ്ട്, എൻ്റെ മുൻപിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി, എന്നെ കാണുന്ന ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ചുള്ളൊരു ഭാരം. എഹെസ്കേലിനോട് പോലെ ഞാനൊരു കാവൽക്കാരനാണ്. ഐ ഹാവ് എ ഡ്യൂട്ടി. എനിക്കൊരു ജോലിയുണ്ട്, ഇവരോട് സുവിശേഷം പറയാം. അതിനാണ് എന്നെ വിളിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഈ സന്തോഷം മറ്റൊരാളോട് പറയുക, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ശമരിയ സ്ത്രീ ചെന്ന് ആ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞ എന്തോ, ഒരു പക്ഷെ അവൻ ക്രിസ്തു ആയിരിക്കാം, ഒത്തിരി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, നിങ്ങൾ വന്ന് കാണാം. സ്വന്തം സാക്ഷ്യം മറ്റുള്ളവരോട് പറയാം. നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ, സ്കൂളിൽ, കോളേജിൽ, നിങ്ങളുടെ അയൽവക്കത്ത്, നിങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആളോട്, നിങ്ങളുടെ കടയിൽ പോകുന്ന നിങ്ങളുടെ കടക്കാരോട്, അല്ലെങ്കിൽ നിങ്ങൾ റിക്ഷയിലിരിക്കുന്ന അവരോട്. ഞാൻ എപ്പോഴും ഒരു ബൈബിളിലൊരു ട്രാക്സ് എപ്പോഴും കരുതും. ഒന്നോ അല്ലെങ്കിൽ ട്രാക്സ് കൊണ്ടേ പോകുന്നുള്ളൂ. അത് ഞാൻ ഫ്ലൈറ്റിൽ പോയാലും ശരി, ട്രെയിനിൽ പോയാലും ശരി, ഈവൻ ഇപ്പോഴും ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ബൈബിളിൽ ട്രാക്സ് ഉണ്ട്. ഇതിൻ്റെ കാരണം ഒരാൾക്ക് യേശുവിനെ കുറിച്ച് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി പേര് ആത്മഹത്യ എന്ന് രക്ഷിച്ചവരുണ്ട് ഒരു ട്രാക്സ് കൊണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാളോട് യേശു തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് ഒരു പാസ്റ്ററാണ്. ബസ്സിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ഒരാളോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹം ഇന്നൊരു പാസ്റ്ററാണ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ ഒരു ക്രൂസൈഡിൽ തെറി പറഞ്ഞ്, മദ്യപിച്ച് തെറി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തിച്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവിടെ 2 പ്രാസംഗികർ ആവശ്യമില്ല, ഒന്നീ നീ അല്ലെങ്കിൽ ഞാൻ, നീ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അവനെ മദ്യപാനി ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ പിന്നെ പ്രസംഗിച്ച് അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം ഒരു മിഷൻ സംഘടനയുടെ ഡയറക്ടറാണ്. ദൈവം അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, സുവിശേഷത്തിന്റെ ശക്തിയെ സംശയിക്കരുത്. നിങ്ങൾ ഒരു ട്രാക്ട് കൊടുത്താൽ, ഒരാളോട് യേശു എന്നൊരു വാക്ക് പറഞ്ഞാൽ, ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക. 4 പേര് പക്ഷപാതക്കാരനെ ചുമന്ന് കൊണ്ടുവന്നിട്ട് അവരെ യേശുവിൻ്റെ അടുക്ക വെച്ചോളൂ. പിന്നെ നമ്മൾ അവരെക്കുറിച്ച് വായിക്കുന്ന പോലുമില്ല. അവർ കൊണ്ട് യേശുവിൻ്റെ അടുക്ക വെച്ചു. ഇനി ആ യേശു സൗഖ്യമാക്കോ ഇല്ലയോ, ഇനി ചുവന്നുകൊണ്ട് പോകണോ, ഒന്നും നമ്മൾ പിന്നീട് അവിടെ ബൈബിളിൽ വായിക്കുന്നില്ല. യേശുവിൻ്റെ അടുക്ക വെച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ യേശു ചെയ്യും. നമ്മൾ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ യേശു ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾക്ക് ട്രെയിനിങ് ഉള്ളവരത് ചെയ്യുക, ഇല്ലാത്തവർക്ക് നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാൽ മതി. ആ യേശു നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ സമാധാനം തന്നു, നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കിട്ടി, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്ത മാറ്റം എന്തുവാ, യേശു വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനം അതെന്തുവാ, അത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതം, ഈ ലോകം യേശുവിനെ അറിയും. ഇന്ന് യേശുവിൻ്റെ സാക്ഷ്യം പറയുന്ന സത്യസാക്ഷികളെ ദൈവം അന്വേഷിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ കിടന്നു വന്ന പാസ്റ്ററോടുള്ള നന്ദി ഒരിക്കൽ കൂടെ പറയുന്നു. പ്രത്യേകിച്ച് നന്ദി. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിലും പങ്കെടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പാസ്റ്റർ ജോൺസൺ ജോർജ് ആൻഡ് എല്ലാവരോടും എല്ലാം നന്ദി. പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ബലം ആവശ്യം. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നതിന് കാരണം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒഴിച്ചുകൂടാത്ത ഒന്നായി തീരട്ടെ. ബൈബിൾ, പ്രാർത്ഥന, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. 37 വർഷം ക്രോസ് കൾച്ചറൽ മിനിസ്ട്രി വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന ദേവദാസൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുഖാന്തരത്തിലൂടെ പരിചയപ്പെടുത്തുവരുടേത്. ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനമാകട്ടെ. യേശുവിനെ കുറിച്ച് പറയുവാൻ, യേശു ജീവിക്കുന്നു, യേശു എന്നും അത്ഭുതം ചെയ്യുന്നു, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പാപികളെ വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ മാർഗം, അത് നാം എല്ലാവരും മറ്റുള്ളവരോട് പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ കൂടുതൽ അറിയാനായിട്ട് ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായെങ്കിൽ ഒരു വാക്കിലൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് തന്നാൽ ഞങ്ങൾക്കും അത് കൂടുതൽ പ്രചോദനമാകും. ഈ ദേവദാസൻ ഔറംഗാബാദിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെയുള്ള ഫീൽഡിൽ വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് അവിടെയുള്ള പ്രവർത്തനങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾ മാറണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.